ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് എവിടെയാണ്? എവിടെയാ ഡോറ? നമ്മുടെ സ്വന്തം ശാസ്ത്രങ്ങോട്ടക്കായൽ. ഇന്ന് നമ്മൾ ഡോറയും കൊണ്ട് ചെറിയൊരു ട്രീറ്റ്മെൻറ്റിന് വന്നയാ, ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കാണിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ ശാസ്താംകോട്ടയിലേക്ക് ഒന്ന് കറങ്ങി നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ഇവിടം വരെ ഡോറ നടന്നു കേട്ടോ. ഇന്ന് അത്യാവശ്യം ലോങ് ആയിട്ട് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഞങ്ങള് കുറച്ച് കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് അതുകൊണ്ട് അങ്ങ് അവിടെ പോയി പ്രഗ്നന്റ് അവിടെ വന്ന് അന്ന് ഗഫ്രൂട്ട് വൈകിയ സമയത്ത് അവിടെ വന്ന് ഇതവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ ഇല്ല എടുത്ത് വെള്ള ചുരിദാറും നീല ഷോളും പാൻറ്റും ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുത്ത് ഓർക്കുന്നില്ലേ? ദേ അവിടെ പോയി കാലൊക്കെ എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ട് തുടക്കമായിരുന്നു. ഇല്ല, തുടക്കത്തിൽ നമ്മൾ ഓച്ചിറയിലാടി 5ാം മാസത്തിൽ നമ്മൾ ഇവിടെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത്. അധികം വയറൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് 5ാം മാസത്തിൽ നമ്മൾ ഇങ്ങോട്ട് അത് തന്നെ. പക്ഷെ എനിക്ക് അധികം വയറില്ലായിരുന്നല്ലോ കുഞ്ഞാ. ഇല്ല, നമ്മൾ ഇവിടെ വന്ന് പ്രഗ്നന്റ് ആയ സമയത്ത് എടുത്തിട്ടില്ല. പ്രഗ്നന്റ് ആയപ്പോ ഇവിടെ വന്നിട്ടില്ല. ഷെമീറായിട്ട് നമ്മൾ ഇവിടെ വന്നത് അന്ന് വെള്ളത്തിൽ കയറി ഇരുന്ന് ഫോട്ടോ എടുത്തത്. അല്ലാണ്ട് പ്രഗ്നന്റ് ആയപ്പോ നമ്മൾ വന്നിട്ടില്ല. ഞാൻ അവിടെ പോയി കാലൊക്കെ എടുത്തിട്ട് അടിച്ചാലൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് അത് പറഞ്ഞു മനസ്സിലാക്ക്. അത് നമ്മുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്കാ. പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇല്ല, പ്രഗ്നന്റ് ആയി 5ാം മാസത്തിൽ ഇവിടെ വരുന്ന സമയത്ത് അമ്മയുടെ വീട്ടിൽ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് മൊത്തം വീട് പണിയുടെ കാര്യത്തിൽ നമ്മൾ നിൽക്കുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചാടിക്കോ കായൽ ഇനി വരെ കയറി വന്നിട്ടോ. പണ്ടും ഞങ്ങള് ആഞ്ഞിലിമുട്ടില്ല പണ്ട് വാടകയ്ക്ക് താമസിക്കുന്നത് കേട്ടോ. ആ സമയത്ത് ഇതുപോലെ ആണെങ്കിൽ വെള്ളം കയറുകയും ചെയ്യും. നല്ലോണം ഇറങ്ങിയിട്ട് ചെളിയാവും. ചെളിയാവുന്ന സമയത്ത് ഈ ആൾക്കാരുണ്ടല്ലോ ചരുവത്തിനകത്തും കൊട്ടയ്ക്കകത്തൊക്കെ ഇരുന്നിട്ടുണ്ടല്ലോ, കയർ ഇവിടുന്ന് ഇങ്ങനെ കെട്ടും വലിക്കാൻ ആളുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ കുത്തി പോയിട്ട് മീൻ പിടിക്കുമായിരുന്നു ആൾക്കാർ. നല്ല രസമാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഇത് തടാകമാണ്. ഞങ്ങള് പണ്ട് PSC പഠിച്ചോണ്ടിരുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ അറിഞ്ഞില്ല ഇങ്ങോട്ട് വരുന്നേന്ന്. ഇതാണ് ശുദ്ധജല തടാകം. ഇത് തടാകമാണ്, കായലല്ല സത്യം. പക്ഷെ ഇതിനെല്ലാവരും ശാസ്ത്രമായിട്ട് കായലെന്നാണ് പറയുന്നത്. ഇത് കായലല്ല, ഇത് തടാകമാണ്. ഇതിനകത്തോട്ട് വെള്ളം വീഴത്തുമില്ല. വേറെ എവിടെ നിന്ന് ഇതിനകത്തോട്ട് ഒഴുക്കില്ല. ഇതിൽ നിന്ന് പുറത്തോട്ട് ഒഴുക്കില്ല. മഴ പെയ്യുമ്പോൾ ഉള്ള മഴവെള്ളം വീഴത്തേ ഉള്ളൂ. ആ വെള്ളമാണിത്. എന്റെ ഞാൻ ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ശരിയാവൂല. എന്റെ വ്ലോഗിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ആക്റ്റീവ് അല്ലേ. ആക്റ്റീവ് ആകണം. ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോ ആക്റ്റീവായി. അവിടെ ഗപ്പൂട്ടം കിട്ടാ വീട്ടില്. ഇങ്ങോട്ട് മാറുക, അറ്റത്തോട്ട് പോകാം. ഞാൻ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനായിരുന്നു നിന്നത്. എവിടെ? ഇവിടെ കിട്ടത്തില്ല, വെയില. ഇതാ അവിടോട്ട് നിന്ന് ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് അധികം പോയി എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അല്ലേലും ഇരിക്കാൻ ഇവിടെ ഇടവില്ല. ഇതിനകത്ത് വേണമെങ്കിൽ എല്ലാം ഇരുത്താം. ഈ പാറയ്ക്കകത്തും എല്ലാം വേണമെങ്കിൽ ഇരുത്താം. അവിടെ ഒരു തോണിയുണ്ട്. ഏതോ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാ എന്താ ചിലപ്പാ. മൊത്തം കോളേജ് പിള്ളേരുടെ വിഹാര കേന്ദ്രമാണ്. വെള്ളം നല്ല തെളിഞ്ഞു കിടക്കും കേട്ടോ. പക്ഷെ ചൂടായിരിക്കും, നല്ല ചൂടായിരിക്കും. ഇതിലെ കൂടെ നടന്നപ്പോ നല്ല തണുപ്പ്. മരക്കാലുള്ളതുകൊണ്ട് നല്ല തണുപ്പ്. അത് അല്ല, അതാണെങ്കിൽ യാത്രാ തോണിയാ. തോണി ഞാൻ കാണിച്ചു തരാം. അങ്ങേയറ്റത്ത് കിടക്കുന്നുണ്ടാ, അത് യാത്രാ തോണിയാണ്. അത് അക്കരയ്ക്ക് പോകാനുള്ള യാത്രാ തോണിയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? അതാണ്ട, ഇത് അക്കരയ്ക്ക് പോകാനുള്ള യാത്രാ തോണിയായി കിടക്കുന്നത്. നമ്മുടെ ക്ഷണിക്കാതെ വന്ന അതിഥിയുടെ ആദ്യത്തെ ഷൂട്ട് നടന്ന സ്ഥലം ഇവിടെയായിരുന്നു. പിന്നെ ഡോറ അപ്പുറത്തൊരു മുളക്കാടുണ്ട്, അവിടെയായിരുന്നു. പിന്നെ നമ്മുടെ ഡോറ തലവുറ്റി വീണത് അപ്പുറത്തെ കാട്ടിലായിരുന്നു. അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മുടെ ഡോറയ്ക്കാണെങ്കിൽ ക്ഷീണം വന്നു. ഡോറയ്ക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ നല്ല തണലാണ്, കണ്ടില്ലേ? അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഷർട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതെ, നമ്മുടെ കേരള ബ്രദേഴ്സിൽ ഇതിൻ്റെ വീഡിയോ ഇട്ടു, പക്ഷേ ഇതുവരെ അപ്ലോഡ് ആയില്ല. ഇനിയിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുമ്പ് ആ വീഡിയോ അപ്ലോഡ് ആവും എന്തായാലും. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്ത ഷർട്ട്. അതെ, കറക്റ്റ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നല്ല കളറായിരുന്നു. അതെ, നല്ല ഷർട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ടില്ലേ എന്താ അടിപൊളി സ്ഥലമാണെന്ന്. അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കി ഒരു തിളക്കം പോലെ, നോക്ക് വെള്ളത്തിലെ ഒരു തിളക്കം കണ്ട. അത് വെയിലടിച്ചിട്ടുള്ള ആ തെര ഇങ്ങനെ പോവില്ലേ? ആ തെര പോകുന്നതിന്റെ ഒരു തിളക്കം പോലെ.
അപ്പോൾ അങ്ങനെ നമ്മളാണെങ്കിൽ അപ്പൊ ഒരു വെയിലത്ത് നല്ല വെയിലായി. നമ്മൾ വന്ന സമയത്ത് ഇത്രയും വെയിലില്ലായിരുന്നു. നമ്മൾ കുറേ അർമാനിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ചു പോവാം. ഇനി കുറേ ദൂരമുണ്ട് ഇവിടെ നമുക്ക് നടക്കാനായിട്ട്. എന്തായാലും ഇത്ര എനിക്കത് പക്ഷെ കുറേ ദൂരമാണ്. ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ഡോറയ്ക്ക് നടക്കുമ്പം ഈ പ്രശ്നമുള്ളതുകൊണ്ട് ഇത്തിരി ദൂരമുള്ളതായിട്ടാണ്. ഇന്ന് കുറേ നേരം നിൽക്കുകയും ചെയ്ത് ഇത്രയും ദൂരം നടക്കുകയും ചെയ്ത് അത്യാവശ്യം നല്ല ലോങ്ങിൽ നടന്നിട്ടുണ്ട് കേട്ടോ. എന്ന് നടക്കുന്നതിനേക്കാളും കൂടുതൽ നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് നടക്കണം. വീട്ടിലും മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ കേൾക്കത്തില്ല. എന്ത് ചെയ്യാനാ, ടൈം കിട്ടുന്നില്ല വീട്ടിലത്ത് കണ്ട്. പിന്നെ വൈകുന്നേരം സമയം കിട്ടുമ്പോഴല്ലേ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ രാവിലത്തെ പണിയൊക്കെ തീർന്ന് കുളിച്ചിട്ട് വരുമ്പോഴത്തേനും പിന്നെ വൈകിട്ടത്തെ പണിയായി. എത്ര ദിവസം കൊണ്ട് ഞാൻ അച്ചാറിടാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. മാങ്ങ വാങ്ങിച്ചിട്ട് അരിഞ്ഞു വെച്ചേക്കും, ഇതുവരെ ഇട്ടില്ല. അതുമല്ല, അച്ചാറിനുള്ള സാധനങ്ങളും എല്ലാം അരിഞ്ഞു. ഇന്നലെ ഇടാന്ന് വിചാരിച്ചപ്പോഴത്തേനും ഇന്നലെ 4 മണി 4:30 ഞാൻ കിടപ്പിലായി. രാത്രി പാത്രം പോലും കഴുകാതെ ഞാൻ പിന്നെ കിടന്നത്. രാവിലെ എഴുന്നേറ്റിച്ചിട്ടാ ഇച്ചാൻ്റെ കൂട്ടുകാരൻ വരുന്നു. ഹായ്, ഇച്ചാൻ്റെ കൂട്ടുകാരൻ പോലും നിൽക്കട അവിടെ. വന്നില്ല. ഞാനേ ഇതിന് ഞാൻ തിരിച്ച് കളിയാക്കുവാണെങ്കിൽ ആൾക്കാർ എനിക്ക് പൊങ്കാലയിടും. അതുകൊണ്ട് ഞാൻ തിരിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ തന്നെയായിരുന്നെങ്കിൽ ഇപ്പൊ കേട്ടേനെ. ഈ ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. കട്ടാക്കിട്ട് പറയാം. അത് തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് മെഡിസിൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയെങ്കിലും നടക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് മെഡിസിൻ കറക്റ്റായിട്ട് എടുക്കുന്നത് കൊണ്ട് ഇങ്ങനെയെങ്കിലും നടക്കാൻ പറ്റുന്നല്ലേ, ഇതുപോലും വരത്തില്ല. ചിലപ്പോഴുള്ളൂ രാവിലെ കഴിക്കുന്നത്. അതെന്നെ സംബന്ധിച്ച് രാവിലെ എനിക്ക് ജോലി അല്ല, വൈകുന്നേരം എനിക്ക് ജോലി ഇപ്പം എന്തെങ്കിലും മാവ് അരച്ച് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇരട്ടി പണി ഉണ്ടെങ്കിൽ മാത്രം ഞാൻ രാവിലെ കഴിക്കും. കാരണം അല്ലെങ്കിൽ എനിക്ക് ഷോൾഡർ പെയിനാണ് മെയിനായിട്ട്. എന്നുവെച്ചാൽ കൈ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. ഞങ്ങൾ കുറേ നാളിന് ശേഷം തനിച്ച് പുറത്തോട്ട് ഇങ്ങനെ വരുന്നത്. ഇപ്പം ഞങ്ങൾ എവിടെ പോയാലും ആരെങ്കിലും കൂടെ കാണുമായിരുന്നു. ഇപ്പോൾ സാവിത്രി അമ്മ കാണും, ചിലപ്പോൾ നാസി കാണും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണും, കുറേ ആര്യ സൈദും കാണും. കുറേ നാളിന് ശേഷം ഞങ്ങൾ തനിച്ചിറങ്ങുന്നത് ഒത്തിരി നാളിന് ശേഷം, ഏകദേശം 2-2.5 കൊല്ലത്തിന് മേളായില്ലേ. പക്ഷെ ഗപ്രൂട്ടൻ ഉള്ളിൽ മൊത്തം. കാരണം നമ്മുടെ അറിയാലോ അമ്മമാരല്ലേ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഇതിനടുത്താണ് ഹോസ്പിറ്റൽ. ഇപ്പോൾ പുതുതായിട്ടൊരു ആയുർവേദ ഹോസ്പിറ്റലോട്ട് മാറി കാണിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, നേരത്തെ ട്രീറ്റ്മെൻറ്റ് കൊള്ളാത്തതുകൊണ്ടല്ല. നേരത്തെ ആയുർവേദം ഒരുപാട് ലോങ് ആണ്. എനിക്ക് പോയി മെഡിസിൻസ് ഒന്നും മേടിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ വീട്ടിലെ സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് 1.5 അവിടെ ചെന്ന് മെഡിസിൻ മേടിക്കണം. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വരുമ്പോൾ എങ്ങനെ പോയാലും എനിക്ക് അത്ര ലോങ് വിടാൻ പേടിയാണ്. അതെനിക്കിപ്പോഴും ഇപ്പം തലകറക്കും ബോധക്ഷയോ ഉള്ളതുകൊണ്ടേ എപ്പോഴും ബോധം കെട്ടി വീഴുമല്ലേ. ഇപ്പം അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ എനിക്കാണെങ്കിലും കൂടെ ഒരു ഇപ്പോൾ എപ്പോഴും ദേഹം കുഴച്ചിലാണ്, ദേഹം കുഴഞ്ഞ് വീഴും, എപ്പോഴും ദേഹം കുഴഞ്ഞാണ് വീഴുന്നത്. അത് കാരണം ഇപ്പോൾ അങ്ങനെ എങ്ങോട്ട് ഞാൻ പോകാറില്ല. പോകുന്നെങ്കിൽ ഇപ്പം നാസിയും കൂട്ടി എവിടെയെങ്കിലും പോകണമെങ്കിൽ പോകുന്നത് തന്നെ. ഞാൻ തനിച്ചിപ്പോൾ എങ്ങോട്ടും അങ്ങനെ പോകാറില്ല. ഇപ്പം പേടിയാണ്, എനിക്ക് തന്നെ പേടിയാണ് ഇപ്പം. കാരണം എൻ്റെ കുഞ്ഞ് കിടക്കുന്ന അവനെ എനിക്ക് നല്ല രീതിയിൽ വളർത്തണം. ഒന്നും ആയിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടൊന്നുമല്ല. നമ്മുടെ മോനെ ഇനി നല്ല രീതിയിൽ വളർത്തണം, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് എൻ്റെ ശ്രമം മൊത്തം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. എവിടെയെങ്കിലും 2 സെൻറ്റ് വസ്തു മേടിക്കണം മെയിനായിട്ട്. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം. എവിടെയെങ്കിലും 2 സെൻറ്റ്. ആശുപത്രി കൊടുക്കുന്ന ഇതായതുകൊണ്ടാണ് സത്യം. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് പോവാണ് കൂട്ടുകാരെ. നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും നന്ദി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെയും കൂട്ടുകാരെ ബൈ.